അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. കുറേ ദിവസമായി ഒരു വീഡിയോ ഇടാൻ പറ്റാതെ തന്നെ വിഷമിച്ചിട്ടിരിക്കുന്നു. കാരണം ഒന്നും കൊണ്ടുമല്ല, ഒരു ജലദോഷവും പനിയും വന്ന് ചുമക്കെ വന്ന് കൂടിപ്പോയി. ഞാൻ എന്താ പറയുക, ബെഡിൽ തന്നെ ആയിപ്പോയി. എഴുന്നേൽറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു ക്ഷീണം കൊണ്ട് ഒരു അവസ്ഥയിലായിപ്പോയി ഞാൻ. ഉറക്കമില്ല രാത്രി. കാരണം ചുമ എന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊണും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് കുറേ ദിവസം ഭക്ഷണം കഴിക്കാതെ നിന്ന്. കാരണം ചുമ വിട്ടുമാറുന്നില്ല. അത് പനി മാറിയാലും ചുമ മാറൂലല്ലോ അല്ലേ? കുറുന്തോട്ടിക്കും വാതം പിടിക്കും എന്ന് പറഞ്ഞതുപോലെ. അതെന്താ കാരണം ഉണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ നല്ല ഉച്ച സമയത്ത്, ആ ചൂടിൻ്റെ സമയത്ത് ഞാനൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ ദാഹം കൊണ്ട് ഞാൻ എൻ്റെ ബാഗിൽ വെള്ളം വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 10 രൂപേൻ്റെ തണുത്ത വെള്ളം വാങ്ങി കുടിച്ച് അതിനോട് കൂടിയിട്ട് എനിക്ക് ജലദോഷം പിടിച്ച്, പിന്നെ ചുമയായി, പിന്നെ കഫക്കെട്ട്, പനിയൊക്കെ ആയി. 10-14 ദിവസം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി കേട്ടാ. ഞാൻ പിന്നെ വേറെന്തോ അസുഖങ്ങൾ വന്ന് എനിക്ക് പിടിവിട്ട് എന്നുള്ള ഉദ്ദേശത്തിലെല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി. അള്ളാഹു കാക്കും നമ്മളെ അല്ലേ? മല പോലെ വരുന്ന ആപത്തിനെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിത്തിരിച്ച് മഞ്ഞ് പോലെ ആക്കിത്തരും. നമുക്ക് ആർക്കും തന്നെ നമ്മളൊരു ദ്രോഹം ചെയ്യാത്ത ഒരാളാണ്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതുമാണ്. അങ്ങനത്തെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞ്. ഇത്രയും ഒരുപാട് ടെസ്റ്റ് ചെയ്യാൻ മിന്നാന്ന് പോയിട്ട് ഡോക്ടർ എഴുതി തന്ന്. അതിൻ്റെ പിറ്റേന്ന് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടി. അത് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. ടെസ്റ്റിനിടുന്ന് പോകുമ്പം തന്നെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ടായിനി, ഇന്ന് പള്ളിയിലേക്ക് ഇത്ര പൈസ ഇടുക, ടെസ്റ്റിലൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതിരിക്കണേ അല്ലാന്ന് പറഞ്ഞിട്ട്. ചെറിയ കണ്ണിന് വരുന്നത് കണ്ണിൻ്റെ പുരികത്തുമ്മലായി തട്ടിത്തെറിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ടും നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ച് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ വന്നപാട് തന്നെ ഡോക്ടർക്ക് തന്നെ അത്ഭുതപ്പെട്ടതിന്. ഡോക്ടർ തന്നെ പറഞ്ഞ്, എനിക്കും സംശയം ഉണ്ടായിന് മഞ്ഞപ്പിത്താണോ അല്ല ടൈഫോയിഡ് ആയിപ്പോയോ ഇതൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നുമില്ല, ലിവറിനൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പോയിന് ഡോക്ടർ. അപ്പോൾ ഒന്നുമില്ല, യാതൊരു വിധത്തിലുള്ള വിഷമവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും തന്നെ നമുക്ക് ആർക്കും തന്നെ പുറത്തിറങ്ങിയാൽ, നമ്മളെ ചൂടുള്ള സമയത്തൊക്കെ തന്നെ നമ്മൾ ദാഹം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പോയാൽ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്ന് പെട്ടുപോകും. നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. കാരണം ഏത് വെള്ളമാണോ എവിടെ നിന്നാണോ എന്നൊന്നും നമുക്കറിയാതെയാണ് നമ്മൾ വാങ്ങി കഴിച്ചു പോവുക. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് വിഷമം അനുഭവിക്കാനുള്ള ഇടവരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നമ്മളെ കൂട്ടുകാരനെ പറഞ്ഞ്, എന്താ ഇത്താ വീഡിയോ ഇടാത്ത ഇത്താൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സമാധാനം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇത്താൻ്റെ ഒരു വീഡിയോ കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര എന്തോ ഒരു ഊർജ്ജം പകരുന്നത് പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കരമായ അനുഗ്രഹം ഉണ്ടാവും. അള്ളാഹുവെ, നമ്മളെല്ലാവരും തന്നെ ഓരോ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലേ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ തീർത്തും പരിഹരിച്ച് തരട്ടെ അല്ലേ? നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ തന്നെ സഫലീകരിച്ച് തരട്ടെ. അപ്പോൾ നമുക്ക് നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഇത്രയും ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളോട് അതൊന്നും അറിയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായിനി. അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ തന്നെ പല വിഷമങ്ങൾ കൊണ്ട് നമ്മളോട് വോയിസ് അയച്ചിട്ടുണ്ടായിന്. അവരുടെയൊക്കെ തന്നെ സാലിഹായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. മക്കളുടെ കാര്യങ്ങളാണെങ്കിൽ മക്കളുടെ കാര്യത്തിലായാലും മാതാപിതാക്കൾ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ടിരിക്കും. അവർക്കൊക്കെ തന്നെ മനസ്സിനൊരു സമാധാനം കൊടുക്കട്ടെ. അള്ളാഹുവേ, ആരെയും തന്നെ നീ വിഷമിപ്പിക്കല്ല അള്ളാ. എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ നമ്മൾ വിഷമിക്കുന്നത്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിജയിപ്പിച്ച് തരണേ അള്ളാ എന്ന് നമ്മളെപ്പോഴും തന്നെ ദുആ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, നമ്മളൊരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ സൂറത്തിൻ്റെ മഹത്വം കൊണ്ടും നമ്മളെ നിയ്യത്ത് പോലെയും നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തിന് അറബി നാട്ടിൽ നിന്ന് തന്നെ ആ സൂറത്തിൻ്റെ പേരിന് തന്നെ അത്രയും വലിയ മഹത്വമുള്ള പേരാണ്. കാരണം നമ്മളെ ഭൂമിക്ക് താങ്ങും തണലും ഭൂമിൻ്റെ ഭാരം ചുമക്കുന്നവരെന്നാണ് പറയുക. കാരണം അപ്പോൾ അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അത് ഞാൻ പറയുന്ന സമയത്തൊക്കെ തന്നെ ഓതാൻ പറ്റുന്ന സമയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് 14 ദിവസം നിങ്ങൾ ഓതുക. നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ വെച്ച് നിയ്യത്ത് വെച്ചിട്ട് ഓതുക. ആ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരണം. നമ്മളെ
കാര്യങ്ങൾ എന്താണോ, നമ്മളെ ഹാജത്ത് എന്താണോ അത് നമുക്ക് നിറവേറ്റി തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിയ്യത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സംസാരിക്കാതെ അത് ഓതുക. നമ്മൾ നിയ്യത്ത് വേണം, ഉളൂവ് വേണം, ഇതൊക്കെ ചെയ്യണം കേട്ടോ. ചെറിയ നമുക്ക് എളുപ്പത്തിൽ ഓതിയിട്ട് തീർക്കാൻ പറ്റിയ സൂറത്താണ്. അതുപോലെ തന്നെ നമ്മളെ നിയ്യത്ത് വെക്കുന്നതിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ മുത്തുനബിൻ്റെ പേരിൽ സൂറത്തുൽ യാസീൻ ഒന്ന് ഓതുക. ദിവസം മഗ്‌രിബിന് ശേഷം, മഗ്‌രിബ് ഇശാഇൻ്റെ ഉള്ളിൽ നമസ്കാരത്തിന് ശേഷം കേട്ടോ നമ്മൾ ഓതുക. അതുപോലെ തന്നെ മുത്തുനബിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ നിയ്യത്ത് ചെയ്തിട്ട് ഓതുക. ഇതൊക്കെ തന്നെ നമ്മൾ ആദ്യപടിയായി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണോ ഓതുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ കബൂൽ ചെയ്തിട്ട് അതിന് ഉത്തരങ്ങൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് നടത്തി തരും കേട്ടോ. അതിൻ്റെ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് വർഷിക്കും. അപ്പോൾ നമ്മുടെ വിഷമിച്ച് നിൽക്കുന്ന നമ്മളെ ഉദ്ദേശങ്ങൾ എന്താണോ, ഓരോ കാര്യത്തിന് നമുക്ക് പ്രയാസങ്ങളുണ്ടാവും അല്ലെ, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ കാര്യം പെട്ടെന്ന് നടത്തി കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മളത് നടത്താൻ വേണ്ടി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു തടസ്സങ്ങളുണ്ടാവും, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് അത് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നേരായ റൂട്ടിലേക്ക് കൂടി നമ്മളത് ചെയ്ത് അത് പരിപൂർണമായിട്ട് നമ്മളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നീട്ടി വലിച്ച് പറഞ്ഞ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ ഹെൽത്ത് നിങ്ങൾ സൂക്ഷിക്കുക. ഇത്രയും നല്ല കഠിനമായ ചൂടാണ്. അപ്പോൾ ഈ ചൂടിൻ്റെ സമയത്ത് നമ്മൾ പല സ്ഥലത്തും നമുക്ക് പോകേണ്ടവരാണ്. അപ്പോൾ പോയിടത്തു നിന്നൊക്കെ നമ്മൾ വെള്ളങ്ങൾ വാങ്ങി കുടിക്കുമ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ആർക്കും തന്നെ ഒരു പകർച്ചവ്യാധിയോ ഒരു രോഗങ്ങൾ വന്നോ നീ പരീക്ഷിക്കല്ലേ അല്ലാ, നമ്മളെപ്പോഴും തന്നെ ദുആ ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, ബിസ്മീൻ ചൊല്ലിയിട്ട്. പിന്നെ അതുപോലെ നമ്മളെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ നീ ബുദ്ധിമുട്ടില്ലാതെ നീ നടത്തി തരണേ അല്ലാ. നമ്മൾ ഏത് കാര്യത്തിനാണോ അല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആ കാര്യം നീ എളുപ്പമാക്കിയിട്ട് സാധിപ്പിച്ച് തരണേ അല്ലാ എന്ന് നമ്മളെ നിയ്യത്ത് നമ്മളെ മനസ്സിലുണ്ടാകുക. എന്നിട്ട് നമ്മൾ യാത്ര തുടരുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൈറാക്കി തരും കേട്ടോ. ആ ഉദ്ദേശമാണ് നമ്മളെ ഹൈറാക്കി തരാം. നമ്മളെ എവിടെയും തന്നെ വിഷമിക്കാതെ അത് എളുപ്പം സാധിപ്പിച്ച് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ച് കിട്ടും. കൂടിയാൽ ഒരാഴ്ച. നമ്മളെ ഓത്തിൻ്റെ കാഠിന്യം പോലെ ആയിരിക്കും, നമ്മളെ നിയ്യത്ത് പോലെ ആയിരിക്കും, ഓത്തിൻ്റെ അടുത്തുള്ള ശ്രദ്ധ പോലെ ആയിരിക്കും കേട്ടോ. നമ്മളെ നിയ്യത്താണ് ഏറ്റവും വലുത്. ആ നിയ്യത്ത് പോലെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ നിറവേറി കിട്ടുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന പരിശുദ്ധമായ ഖുർആനിലുള്ള സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഒരുപാട് ഗുണമേറിയതും മഹമ നിറഞ്ഞതുമായ ഒരു സൂറത്താണ്. അത് ഖുർആനിലെ 27ാമത്തെ സൂറത്താണ്. അപ്പോൾ സൂറത്ത് നംൽ ആണ് നമ്മൾ ഓതേണ്ടത്. മഹത്വങ്ങൾ ഏറെ ഉള്ളതാണ്. 93 ആയത്താണ് ഈ സൂറത്തിലുള്ളത്. സൂറത്ത് നംൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ പറയുക നംലിന് ഉറുമ്പ് എന്നാണ് അല്ലേ. ഉറുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഉറുമ്പാണ് എന്താ പറയുക, പണ്ഡിതന്മാരൊക്കെ പറയും ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭൂമിൻ്റെ ഭാരം താകുന്നവരിതാണ്. കാരണം ഉറുമ്പ് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്, ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ് ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നത് വരെ അവർ ജോലി നിർത്താതെ ചെയ്യുന്നവരാണ്. അപ്പം നംല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പാണ്. അപ്പോൾ അറബിയിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയും മഹത്വമുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓതേണ്ട സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ഒന്നിക്കിൽ നമ്മൾ അസർ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതുക. ഒരു ദിവസം ഒറ്റ പ്രാവശ്യമേ ഓതണ്ടു. അല്ല എന്നുണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഓതുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതുക. അത് നമ്മുടെ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് പോകണം ഇത് ചെയ്യാൻ. അതിന് മുമ്പേ ഞാൻ ഓതേണ്ടതൊക്കെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അത് ഓതിയിട്ട് തീർക്കുക. അത് 14 ദിവസത്തേക്ക് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് ഇടമുറിയാതെ ഓതുക കേട്ടോ. അപ്പോൾ ഓതുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓതിയിട്ട് തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഉദ്ദേശങ്ങൾ ഇന്നതാണ്, നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതാണ്, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇന്ന രൂപത്തിലാണ്. അതൊക്കെ ഓരോരാൾക്കും ഓരോരോ മാതിരിയിലാണ് ഉണ്ടാകുക, ഓരോരോ ആവശ്യങ്ങളാണ് ഉണ്ടാകുക, പലവിധ ഉദ്ദേശങ്ങളാണ് ഉണ്ടാകുക. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളത് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അപ്പോൾ ഓതാൻ വേണ്ടി നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ
നമ്മൾ മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുക, നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകല്ലേ ഈ ഓതി തീരുന്നത് വരെയെന്ന്. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ നിയത്ത് ചെയ്ത് നമ്മൾ ഓതാൻ വേണ്ടി പറഞ്ഞത്, മുത്തുനബിൻ്റെ പേരിൽ ഓതാൻ പറഞ്ഞത് ഒക്കെ ഓതുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് സാധിക്കുള്ളൂ. നമ്മുടെ നിയ്യത്ത്, നമ്മുടെ വിശ്വാസം, അതാണ് ഏറ്റവും മഹത്വം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്ന സൂറത്തുൽ നംൽ നിങ്ങളെല്ലാവരും തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഓതുകൊണ്ട് 14 ദിവസത്തേക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്ത് ഓതിക്കോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉദ്ദേശം നടത്തി തരും. കാരണം അത്രയും വലിയ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടി കൊണ്ടുപോകാനായിപ്പോവും. അപ്പോൾ നിങ്ങൾ ആരെയും തന്നെ നെറ്റ് വെറുതെ കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും നല്ല വീഡിയോ, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെ. നമ്മളാരും തന്നെ മനസ്സ് തകർന്ന് നിൽക്കണ്ട. കാരണം നമ്മളെ ഉദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച് തരുന്നത്. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.